ആ റഹ്മത്തിന്റെ 10 പ്രത്യേകിച്ച് നമ്മൾ ചോദിച്ചാൽ അല്ലാഹു തആല റഹ്മത്ത് ഇങ്ങനെ തരികയാണ്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന് ഇമാമ് ചൊല്ലിത്തരുമ്പോൾ ഒരു 3 വട്ടം മാത്രം ചൊല്ലി മതിയാക്കുക എന്ന അവസ്ഥയിൽ നിന്ന് മാറി നമുക്കെപ്പോഴും അള്ളാഹുവിനോട് അത് ചോദിക്കാനുള്ളൊരു മാനസികാവസ്ഥ വേണം. അല്ലാഹു തആല അവനിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരൊറ്റ ചരിത്രം പറഞ്ഞ് അവസാനിക്കും. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല നിങ്ങൾ മെഡിറ്ററേനിയൻ കടലിലെ ക്രീറ്റ് ദ്വീപ് സമൂഹങ്ങളിൽപ്പെട്ട ഒരു ദ്വീപുണ്ട്. മെഡിറ്ററേനിയൻ കടലിൽ കുറേ ദ്വീപുള്ളത്, അതിൽപ്പെട്ടതാണ് ക്രീറ്റ് ദ്വീപുകൾ. ആ ദ്വീപിൽപ്പെട്ട ഒരു ദ്വീപ് നിങ്ങളൊന്ന് കാണാൻ പോകണം. അല്ലാഹു തആലയോട് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചോനെ അവിടെ പോയിട്ട് എന്താ കാണാനുള്ളത്? നിങ്ങളോട് ഞാൻ പോകാനാ പറഞ്ഞത്, ബാക്കിയൊക്കെ പിന്നെ പറഞ്ഞാൽ മതി. ഈസാ നബി അലൈഹിസ്സലാം പോയി. ആ ദ്വീപിലെത്തി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് വളരെ ഭംഗിയുള്ള ഒരു കാലാവസ്ഥയും അതുപോലെ തന്നെ വൃക്ഷങ്ങളുമൊക്കെ നിബിഡമായ വനം പോലെയുള്ളൊരു ദ്വീപ്. മനുഷ്യരുടെ സാന്നിധ്യം പോലും ഈസാ നബി അലൈഹി സ്വലാമിന് ബോധ്യപ്പെട്ടില്ല. അല്ലാഹു തആലാനോട് ചോദിച്ചു, പടച്ചോനെ ഈ കാട്ടുക്ക് നീ എന്തിനാ വരാൻ പറഞ്ഞത്? അല്ലാഹു തആല പറഞ്ഞു, ദ്വീപിന്റെ ഉള്ളിലേക്ക് പോകൂ. അങ്ങനെ കുറെ ഉള്ളിലേക്ക് ചെന്നപ്പോ അവിടെ അതാ നല്ല മിനുസമുള്ളൊരു പാറ. ആ പാറയുടെ അടിഭാഗം ഒരാൾക്ക് ശരിക്കും നിൽക്കാനും കിടക്കാനും ഒക്കെ പറ്റിയ രീതിയിൽ ഒരു എൻട്രൻസ് തുറക്കപ്പെട്ടിട്ടുണ്ട്. ആ എൻട്രൻസിലൂടെ കടന്നപ്പോഴാണ് കല്ലുകൊണ്ടുള്ളൊരു കട്ടിൽ പോലത്തെ ഒരു സൗകര്യം അതിനുള്ളിൽ. അതിന്റെ താഴെ അതാ ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നതായി സുജൂദിലായി ഈസാ നബി അലൈഹിസ്സലാം കാണുകയാണ്. ഈസാ നബിക്ക് മനസ്സിലായി ഇദ്ദേഹത്തെ കാണാനായിരിക്കും അല്ലാഹു തആല പറഞ്ഞയച്ചു. ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹം സലാം വീട്ടുന്നത് വരെ കാത്തിരുന്നു. കാത്തിരുന്ന് സലാം വീട്ടിയപ്പോ അസ്സലാമു അലൈക യാ അബ്ദല്ലാഹ്. ഈസാ നബി സലാം പറഞ്ഞു. അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹിന്റെ സലാം ഉണ്ടാകട്ടെ എന്നുള്ള അർത്ഥത്തിൽ, അല്ലാതെ പേര് അബ്ദുല്ലാന്നായതുകൊണ്ടല്ല. അയാള് സലാം മടക്കി വഅലൈക്കുമുസ്സലാം യാ ഈസാ. ഈസാ നബിയുടെ വന്ന ആളെ പേര് അദ്ദേഹത്തിന് മനസ്സിലായി. ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയത്? ഞാൻ പണ്ടൊരു കപ്പൽ യാത്രയിൽ കപ്പൽ അപകടത്തിൽപ്പെട്ടു, കാറ്റിലും കോളിലും പെട്ട് കപ്പൽ തകർന്നു. ഒരു പലകയിൽ അള്ളിപ്പിടിച്ചു. ആ തിരമാലകൾ എന്നെ വഹിച്ചുകൊണ്ട് ആ പലകയെ ഈ ദ്വീപിലെത്തിച്ചു. എത്ര കൊല്ലമായി? അദ്ദേഹം പറഞ്ഞു 500 കൊല്ലം. 500 കൊല്ലമായിട്ട് നിങ്ങളിവിടെ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഭക്ഷണം വേണ്ടേ? വെള്ളം വേണ്ടേ? നിങ്ങൾക്ക് മറ്റു സൗകര്യങ്ങൾ വേണ്ടേ? അദ്ദേഹം പറഞ്ഞു, ഒരല്പം കൂടി അങ്ങോട്ട് നടന്നു പോയി നോക്കൂ. കുറച്ചങ്ങോട്ട് നടന്നു പോയപ്പോ പാറയുടെ മറുഭാഗത്ത് നല്ല സുന്ദരമായ വെള്ളം ഒലിച്ചു വരുന്ന ഒരു ഉറവ. അതിൻ്റെ അപ്പുറത്ത് കാട്ടിൽ നല്ല മുന്തിരി ചെടികൾ വളർന്ന് പഴുത്ത മുന്തിരികൾ ഇഷ്ടം പോലെ നിറഞ്ഞു നിൽക്കുന്നൊരു തോട്ടം. ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ആ മുന്തിരി കഴിക്കും, വെള്ളം കുടിക്കും. ഈ ഗുഹക്കകത്ത് ഞാൻ എപ്പോഴും ഇബാദത്തുമായി കൂടും. ഇങ്ങനെയാണ്. ഉടനെ ഉത്തരവ് വന്നു. ഈസാ നബി അലൈഹിസ്സലാമിന് ഉത്തരവ് വന്നു, മതി, അദ്ദേഹത്തിന്റെ ഇബാദത്ത് തകരാറാക്കണ്ട, നിങ്ങൾ തിരിച്ചു പോന്നോളൂ. തിരിച്ചു പോരുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ല പടച്ചോനെ, എന്തിനാ ഇപ്പൊ എന്നോട് അവിടെ അയാളെ കാണാൻ പോയത്? അദ്ദേഹത്തെ കാണാൻ പോകാൻ പറഞ്ഞത് എന്തിനായിരുന്നു? അദ്ദേഹത്തോട് മറ്റൊന്നും ചോദിക്കാൻ പോലും അവസരം തന്നില്ലല്ലോ. അല്ലാഹു തആല പറഞ്ഞു, ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ മനുഷ്യനെ നാളെ പരലോകത്ത് കൊണ്ടുവരപ്പെടും. മറ്റു മനുഷ്യന്മാരുടെ വിചാരണയുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തെയും വിചാരണ ചെയ്യപ്പെടും. ഇദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും വിചാരണ ചെയ്യപ്പെടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബാലൻസ് ഷീറ്റിൽ തെറ്റായിട്ടോ കുറ്റമായിട്ടോ കറകളായിട്ടോ യാതൊന്നും തന്നെ ഉണ്ടാവുകയില്ല. വളരെ എളുപ്പത്തിൽ വിചാരണ പൂർത്തിയാക്കി റഹ്മത്തിന്റെ മലക്കുകളോട് അല്ലാഹു തആല പറയും, യാ മലായികതി അദ്ഖിലൂഹുൽ ജന്നത ബിറഹ്മതി.
മലായികത്തെ നിങ്ങൾ ഈ മനുഷ്യനെ എൻ്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ തിരിഞ്ഞു നിന്നുകൊണ്ട് അള്ളാഹുവിനോട് ആ മനുഷ്യൻ ചോദിക്കും, അബി റഹ്മത്തിക യാ റബ്ബു അംബി അമലി, എനിക്ക് സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ഇനി നിന്റെ റഹ്മത്തിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ 500 കൊല്ലം ഇബാദത്ത് ചെയ്ത ഇബാദത്ത് തന്നെ പോരെ? പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോട് ചോദിക്കുന്നു, നീ 500 കൊല്ലം ഇബാദത്ത് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, നിനക്ക് 500 കൊല്ലത്തെ ആയുസ് തന്നതാരാണ്? മറുപടി, നീയല്ലാതെ മറ്റാരുമല്ല. നിനക്കതിനുള്ള ആരോഗ്യം തന്നത് ആരാണ്? അതും നീ തന്നെയാണ്. നിന്നെപ്പോലെ ആരോഗ്യമുള്ള എത്രയോ ആളുകളില്ലേ, അവർക്കൊന്നും നിസ്കരിക്കാനോ സുജൂദ് ചെയ്യാനോ തോന്നുന്നു പോലുമില്ല. നിനക്കത് ചെയ്യണം എന്ന് തോന്നിപ്പിച്ചു തന്നത് ആരാണ്? നിനക്ക് കണ്ണ് തന്നതാരാണ്? ചെവി തന്നതാരാണ്? നിനക്ക് ആയുസ്സും ആരോഗ്യവും തന്നതാരാണ്? ഇതെല്ലാം ചോദിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്, ഇനി ഒരൊറ്റ ചോദ്യം നിന്നോട് തിരിച്ചു ചോദിക്കട്ടെ. നിന്റെ വക സ്വന്തമായി എന്തെങ്കിലും ഒന്ന് നീ ചെയ്തതൊന്ന് പറഞ്ഞു തരൂ. നിസ്സഹായനായ മനുഷ്യൻ കരയാൻ തുടങ്ങുമ്പോൾ മലായികത്തിനോട് അല്ലാഹു തആല പറയുകയാണ്, അദ്ഖിലൂഹുൻ നാറ ബികിബ്രിഹി. വലിയ അഹങ്കാരിയാണ് ഈ മനുഷ്യൻ. ഇയാൾ സ്വർഗത്തിന് അവകാശിയല്ല, ഇയാളെ നരകത്തിലേക്ക് പറഞ്ഞയക്കൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര വലിയ വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും, എത്ര സൗന്ദര്യമുള്ളവരാണെങ്കിലും, നല്ല ആരോഗ്യമുള്ളവരാണെങ്കിലും, വലിയ തറവാട്ടുകാരാണെങ്കിലും, രാഷ്ട്രീയമായിട്ടോ അല്ലാത്തതോ ആയ പിടിപാടുകളുള്ളവരാണെങ്കിലും, നമ്മൾ ജനങ്ങളിടയിൽ വളരെ പ്രശസ്തനാണെങ്കിലും ബഹുമാനിക്കപ്പെടുന്നവനാണെങ്കിലും, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ അനുഗ്രഹമില്ലാതെ ഒരടി പോലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായ റാഞ്ചിയിൽ നിന്ന്, പ്രിയപ്പെട്ടവരെ, 2 ദിവസം മുമ്പല്ലേ ജാർഖണ്ഡിലെ തന്നെ ഏറ്റവും പണക്കാരനെ അവിടുത്തെ ആശുപത്രിയിൽ ചികിത്സിച്ചാൽ പോരാ, ഡൽഹി എയിംസിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ ഹെലികോപ്റ്ററിൽ, പ്രിയപ്പെട്ടവരെ, അവർ 7 പേര് ഒന്നിച്ചവിടുന്ന് പോയത്. മണിക്കൂർ മാത്രം കഴിഞ്ഞപ്പോൾ ആ ഹെലികോപ്റ്റർ അപകടത്തിൽ പെടുകയാണ്. അല്ല, ഹെലികോപ്റ്റർ അല്ല, പ്രൈവറ്റ് വിമാനം അപകടത്തിൽ പെടുകയാണ്. ആ വിമാനത്തിലുള്ള മുഴുവൻ ആളുകളും മരണപ്പെടുകയാണ്. നോക്കണം, ഇവിടെ ചികിത്സ മതിയാകാഞ്ഞിട്ട് ഡൽഹിയിലേക്ക് പോകുമ്പോൾ എയർ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന രോഗി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ 6 പേര് കൂടി മരിക്കണം എന്ന് അല്ലാഹു തആലാന്റെ ഖളാ ഉണ്ടായിരുന്നു എങ്കിൽ, മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയായ അജിത് പവാർ വലിയ ശക്തനല്ലായിരുന്നോ? തൻ്റെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്യുമ്പോഴല്ലേ അദ്ദേഹവും കൂടെയുള്ളവരുമൊക്കെ തകർന്ന്, ആ വിമാനം തകർന്ന് മരിച്ചത്. എത്രയെത്ര ചെറുപ്പക്കാരാണ് ഹണിമൂണിന് വേണ്ടി അവർ കൊടൈക്കനാലിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലോ പോകുമ്പോൾ എതിരെ വരുന്ന വാഹനം ഇടിച്ചുകൊണ്ട് ആണേതാണ് പെണ്ണേതാണ് മനുഷ്യനേതാണ് എന്ന് തിരിയാത്ത അവസ്ഥയിൽ ആ രക്തത്തിൽ കുളിച്ച് കൊല്ലപ്പെടുന്ന രംഗം നമ്മൾ കാണുന്നില്ലേ? തീർച്ചയായിട്ടും നമുക്ക് ബോധം വേണം, നമ്മുടെ ഈ ആരോഗ്യവും ഈ കഴിവും എല്ലാം അല്ലാഹു തആലാന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമുള്ളതാണ്. അല്ലാഹു തആല അവൻ ചെയ്ത നിഅമത്തിന് നന്ദി ചെയ്യുന്നവരെ കൂട്ടത്തിൽ നമ്മയും ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.